ഋതുരാജാണ് ക്യാപ്റ്റനെങ്കിലും ഇന്നലെ ഗ്രൗണ്ടിൽ കാര്യങ്ങൾ ചെയ്തത് ധോണിയാണ്. ഫീൽഡ് സെറ്റ് മറ്റും ഒരുക്കിയത് ധോണിയായിരുന്നു. എന്തുകൊണ്ട് ധോണി വീണ്ടും ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നു? ഇന്നലെ മത്സരശേഷം ചർച്ചാ വിഷയമായത് ഇത് തന്നെയായിരുന്നു. എന്തായാലും ഇന്നലത്തെ CSKയുടെ കളി കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ധോണി ഇന്ത്യയുടെ ക്യാപ്റ്റനായ സമയത്ത് ഒരുപാട് ട്രോഫികൾ ഇന്ത്യക്ക് നേടിത്തന്നിട്ടുണ്ട്. ധോണി ഉള്ളപ്പോൾ ICC ട്രോഫികൾ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ധോണി പോയ ശേഷം ഒരു ട്രോഫി പോലും ഇന്ത്യക്ക് കിട്ടിയിട്ടില്ല. ധോണി CSK ടീമിന് വേണ്ടിയും ഒരുപാട് ട്രോഫികൾ നേടിക്കൊടുത്തു. ധോണിയാണ് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റൻ. ഇപ്പോഴും ധോണി IPLൽ മികച്ച ക്യാപ്റ്റൻസി കാഴ്ചവെക്കുന്നുണ്ട്. ഇന്നലത്തെ കളി കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എന്തുകൊണ്ട് ധോണിയെ വീണ്ടും തിരിച്ചു വിളിക്കുന്നില്ല? വിരമിച്ചവർ ഒരുപാട് തിരിച്ചു വരുന്നുണ്ട്. ധോണി ഒരു പ്രാവശ്യമെങ്കിലും ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആവണം. എന്നാൽ മാത്രമേ ഇന്ത്യക്ക് T20 വേൾഡ് കപ്പ് ലഭിക്കുകയുള്ളൂ. ഈ വരുന്ന T20 വേൾഡ് കപ്പിൽ ധോണി ബായ് ക്യാപ്റ്റൻ ആകണം. അതുമാത്രമല്ല, ശിവൻ ദുബെ പോലുള്ള ആളുകൾ ടീമിലേക്ക് തിരിച്ചെത്തണം. ഹാർദിക് പാണ്ഡ്യയേക്കാൾ മികച്ച രീതിയിൽ ശിവൻ ദുബെ കളിക്കുന്നുണ്ട്. പാണ്ഡ്യയേക്കാൾ മികച്ചൊരു ഓൾറൗണ്ടർ ദുബെ തന്നെയാണ്. അതുകൊണ്ട് ശിവൻ ദുബെയെ വരുന്ന T20 വേൾഡ് കപ്പിൽ ഉൾപ്പെടുത്തണം. ധോണി ബായ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആവണമെന്നും ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. ശരിക്കും ഋതുരാജാണ് ക്യാപ്റ്റൻ, എങ്കിലും ധോണിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ധോണി എന്ന ക്യാപ്റ്റൻസിയാണ് CSK ടീമിന് വിജയങ്ങൾ നേടിക്കൊടുക്കുന്നത്. അതുകൊണ്ട് ധോണി വീണ്ടും ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആവണമെന്നാണ് ആരാധകർ പറയുന്നത്. ധോണിക്ക് വയസ്സൊരു പ്രശ്നമല്ല. അത്ര മികച്ച രീതിയിലാണ് താരത്തിന്റെ ക്യാപ്റ്റൻസി. ബാറ്റ് ചെയ്തില്ലെങ്കിലും ധോണി ഫീൽഡിങ്ങിലുണ്ടായാലും മതി. ഇന്ത്യ കപ്പടിക്കുമെന്ന വിശ്വാസം ആരാധകർക്കുണ്ട്. അത്രയും പോസിറ്റീവാണ് ധോണിയുടെ സമീപനം. CSK അടുപ്പിച്ച് 2 മാച്ചാണ് ജയിച്ചിരിക്കുന്നത്. കളിയുടെ പോക്കനുസരിച്ച് CSK ഇപ്രാവശ്യം കപ്പടിക്കാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും അവർ ഒരുപോലെ ഫോമിലാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.